ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് കോപാഴ്സണറി സിസ്റ്റം അണ്ടർ ഹിന്ദു ലോ എന്താണെന്ന് നോക്കാം. നമ്മൾ ഇന്ത്യയിൽ പേഴ്സണൽ ലോസ് പഠിക്കുമ്പോൾ ഹിന്ദുസിൻ്റെ പേഴ്സണൽ ലോസ് പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇന്ത്യൻ ഹിന്ദു സക്സഷൻ ആക്ട് 1956 പഠിക്കുന്നുണ്ട്. അപ്പം അവിടെ നമ്മൾ കോപാഴ്സണറിയെ കുറിച്ചൊക്കെ പറയാറുണ്ട്. അതിൽ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഉണ്ട്, HUF എന്ന് പറയും. അപ്പോൾ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നിലനിന്നിരുന്ന ഒരു നാരോ ബോഡി ലൈനേജിനെയാണ് കോപാഴ്സണറി എന്ന് പറയുന്നത്. ഈ കോപാഴ്സണറി എന്ന് പറയുന്നത് 4 ജനറേഷൻ വരെയുള്ള കുട്ടികളെ, മെയിൽ ഡിസെൻഡൻസിനെയാണ് ഇതിൽ മെയിനായിട്ട് കോപാഴ്സണേഴ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഫാദർ, സൺ, സൺ, അതായത് ഗ്രേറ്റ് ഗ്രാൻഡ് സൺ വരെ. അപ്പം അത്രയാണ് കോപാഴ്സണേഴ്സ് എന്ന് പറയുന്നത്. ഇത് ബൈ ബർത്ത് അക്യൂർ ചെയ്യുന്ന ഒരു റൈറ്റ് ആയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ 2005 നമ്മുടെ ഹിന്ദു സക്സഷൻ ആക്ട് 1956 ഒരു ചെറിയൊരു അമെൻമെൻറ്റ് വന്നിട്ടുണ്ട്. അത് പ്രകാരം ഈവൻ ഫീമെയിൽ ചൈൽഡ് ബോൺ ഇൻ എ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി ഹാസ് എ റൈറ്റ് ടു അക്യൂർ പ്രോപ്പർട്ടി എന്നുള്ള ഇത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഇപ്പം ഫീമെയിൽസും കൂടെ ആഡഡ് ആണ്. മുമ്പ് മെയിൽ ഡിസെൻഡൻസിന് മാത്രമേ ഇത് അനുവദിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പം ഈ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലി എന്ന് പറയുമ്പം അതൊരു വലിയ ഫാമിലിയാണ്, ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റമാണ് അവിടെ പ്രിവെയിൽ ചെയ്തിരുന്നത്. അവിടെ ഒരു കാർണവർ ഉണ്ടായിരിക്കും, കാർണവർ ഉണ്ടായിരിക്കും, പുള്ളിയായിരിക്കും, അതായത് ഓൾഡസ്റ്റ് മെയിൽ ഡോമിനൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും. അതായിരിക്കും അവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാര്യങ്ങളൊക്കെ നടത്തി എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്ന ഒരാൾ. പിന്നെ അത് കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ താഴെയായിട്ട് ബാക്കിയുള്ളവർ. പിന്നെ ആ ഒരു, അതായത് പണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല, മരുമക്കത്തായ സിസ്റ്റമൊക്കെ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഈ ഒരു വേറൊരു രീതിയിലുള്ളൊരു സിസ്റ്റമാണ്, ഈ സ്വത്ത് വിഭജനവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇത് കോപാഴ്സണറി സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കോപാഴ്സണറി സിസ്റ്റം പ്രകാരം നമുക്ക് ഒരു ഹിന്ദു ഫാമിലിയിൽ ജനിച്ചൊരു മെയിൽ ഡിസെൻഡൻസിന് ബൈ ബർത്ത് he will get share on his property. അപ്പം ഫാമിലി പ്രോപ്പർട്ടി. അപ്പോൾ ആ ഫാമിലി പ്രോപ്പർട്ടി അക്യൂർ ചെയ്യാനും അത് എൻജോയ് ചെയ്യാനുള്ളൊരു റൈറ്റ് ബൈ ബർത്ത് തന്നെ ഇവർക്ക് കിട്ടും. പക്ഷേ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വേറെയും ആൾക്കാരുണ്ടാവാം. അതായത് മെയിലല്ല, ഫീമെയിലിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന വൈഫ്സൊക്കെ ഉണ്ടാവും, അങ്ങനെ അമ്മമാർ അവരൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ബർത്ത് റൈറ്റിൽ അവിടെ മാത്രമേ ഉള്ളൂ, അല്ലാതെ അവർക്ക് അവിടെ വിവാഹം കഴിച്ചു പോകുന്ന അവിടെ അങ്ങനെ ഒരു റൈറ്റ് കൊടുത്തിട്ടില്ല. വൈഫിനൊന്നും അപ്പോൾ ആ റൈറ്റില്ല. അപ്പോൾ കോപാഴ്സണറി റൈറ്റ് കിട്ടണമെങ്കിൽ ബൈ ബർത്ത് മാത്രമേ അക്യൂർ ചെയ്യുന്നുള്ളൂ ഈ റൈറ്റ്. ഇത് റൈറ്റ് ടു അക്യൂർ പ്രോപ്പർട്ടി ആൻഡ് റൈറ്റ് ടു എൻജോയ് ദ പ്രോപ്പർട്ടി എന്നാണ്. ഇത് മെയിനായിട്ടും പറഞ്ഞിരിക്കുന്നത് ബൈ ബർത്ത് എന്ന് പറയുന്നത് മിതാക്ഷര സ്കൂളിലാണ് മെയിനായിട്ട് പറയുന്നത്. അപ്പം നമുക്ക് 2 സ്കൂൾ ഓഫ് തോട്ട് ഉണ്ട്. ഒന്ന് മിതാക്ഷരമുണ്ട്, ദേഭാഗ്യമുണ്ട്. മിതാക്ഷര പറയുന്നത് ബൈ ബർത്ത് കോപാഴ്സണറി റൈറ്റ് ഈസ് പാസ് ഓൺ ടു ദ മെയിൽ ഡിസെൻഡൻസ് എന്ന് പറയുന്നുണ്ട്. ദേഭാഗ പറയുന്നത് ഡെത്ത് ഓഫ് ദ ലാസ്റ്റ് ഓണറാണ് ഈ റൈറ്റ് പാസ് ഓൺ ചെയ്യുന്നതെന്ന് പറയുന്നത്. ഇത് പ്രകാരം അവർക്ക് റൈറ്റ് ടു ഓൺ ദ പ്രോപ്പർട്ടി ഉണ്ട്, പിന്നെ അത് പോരെങ്കിൽ എൻജോയ് ദ പ്രോപ്പർട്ടി ഉണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുമുള്ള റൈറ്റ് പ്രോപ്പർട്ടിയിൽ ഉണ്ട്. അപ്പം ഇതാണ് കോപാഴ്സണറി എന്ന് പറയുന്നത്. പിന്നെ ഇവർക്ക് എന്തൊക്കെയാണ് ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുള്ളത് ജോയിൻ്റ്ലി എൻജോയിങ് ദ പ്രോപ്പർട്ടി. അവർക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ഒരു പ്രോപ്പർട്ടി എൻജോയ് ചെയ്യാം. അതായത് ഈ ഒരു ഫാമിലിയിലുള്ള സ്വത്ത് നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ളൊരു ഇതൊരു സിസ്റ്റമാണ്. അപ്പം ഈ സ്വത്ത് സ്വന്തം കുഞ്ഞുങ്ങൾക്ക് ബൈ ബർത്ത് നൽകുമ്പം തന്നെ അത് ഫാമിലിയിൽ നിന്ന് ഏലിയനേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഈ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നത്. 2005 അമെൻമെൻറ്റിലൂടെ even female childs are included in this coparsonary system. This is what we have to know about coparsonary. അപ്പോൾ കോപാഴ്സണറിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മരുമക്കത്തായം കൂടെ പറയണമെന്ന് തോന്നിയത്. അപ്പം കോപാഴ്സണറിയിൽ നമ്മൾ പഠിച്ചു, കോപാഴ്സണറി എന്ന് പറഞ്ഞാൽ മെയിൻലി മെയിൽ ഡിസെൻഡൻസിൻ്റെ വഴിയാണ്. അതായത് അവിടെ
ഏറ്റവും മുതിർന്ന ഒരു കാരണവരായിട്ടുള്ള ഒരു കർത്ത ഉണ്ടാവും. അദ്ദേഹത്തിൻ്റെ ലൈനേജ്, അതായത് മകൻ, മകൻ്റെ മകൻ, മകൻ്റെ മകൻ എന്നുള്ള രീതിയിലാണ് കോപ്പേഴ്സണറി സിസ്റ്റം നിൽക്കുന്നത്. പിന്നെ ഈ കോപ്പേഴ്സണറി സിസ്റ്റത്തിൽ ഉള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിൽ, ആ ഒരു ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ ഒരു ബർത്ത് സംഭവിക്കുകയാണെങ്കിൽ കോപ്പേഴ്സണറി ഷെയർ കുറയുകയും പിന്നെ ഒരു ഡെത്ത് സംഭവിക്കുകയാണെങ്കിൽ കോപ്പാഴ്സണേഴ്സിൻ്റെ ഷെയർ കൂടുകയും ചെയ്യും. കാരണം കോപ്പാഴ്സണേഴ്സ് ഒരാൾ മരിക്കുന്നതോടുകൂടി മറ്റൊരു അതിലുള്ള കോപ്പാഴ്സണ നാരോ ലൈൻ എന്ന് പറഞ്ഞില്ലേ, അതിലുള്ള ബാക്കിയുള്ളവരുടെ ഷെയർ ഓഫ് പ്രോപ്പർട്ടി ഇൻക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ അവർ ജോയിൻലി ആണല്ലോ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദു അൺഡിവൈഡഡ് ഫാമിലിയിൽ അവരുടെ പ്രോപ്പർട്ടി ജോയിൻലി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ടെക്നിക്കാണ്. ഇതിന് മുമ്പുണ്ടായിരുന്ന ഒരു സിസ്റ്റം, അല്ലെങ്കിൽ മുമ്പുണ്ടായിരുന്നില്ല, അതേ സമയത്ത് തന്നെ ഉള്ളൊരു വേറൊരു സിസ്റ്റമാണ് മരുമക്കത്തായ എന്ന് പറയുന്നത്. ഇവിടെ പാട്രിയാർക്കലാണെങ്കിൽ അവിടെ മദേഴ്സിൻ്റെ വഴിയാണ്. അപ്പോൾ അതായത് തായ് വഴി, തറവാട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നതാണ്. അവിടെ ഒരു കാർണവർ ഉണ്ടാവും. ആ കാർണവറായിരിക്കും അവിടുത്തെ മെയിൻ ആൾ. ഇവിടെയും കാർണവറുണ്ട്, പക്ഷേ അത് കർത്ത എന്നാണ് അറിയപ്പെടുന്നത് കോപ്പാഴ്സണറിയിൽ. മറ്റിടത്തുള്ള കാർണവറാണ്. ആ കാർണവറുടെ പെങ്ങളുടെ മക്കൾ, നെഫ്യൂസ്, അതാണ് മരുമക്കത്തായ എന്നുള്ള വേർഡ് പോലും അങ്ങനെ ഉണ്ടായ. അപ്പം നെഫ്യൂസ് സഹോദരിയുടെ പുത്രന്മാർ അങ്ങനെയാണ് പോവുക. അപ്പോൾ ഈ കാർണവറുടെ പുത്രനൊന്നും കിട്ടില്ല, സ്വത്തിലവകാശം ഉണ്ടാവില്ല. സിസ്റ്ററിൻ്റെ മക്കൾക്ക് സ്വത്തിലവകാശം ഉണ്ടാവും. അതാണ് മരുമക്കത്തായ സിസ്റ്റം. പക്ഷേ അത് കേരളത്തിൽ തന്നെ മരുമക്കത്തായ അബോളിഷ്മെൻറ്റ് ആക്ട് 1975 വന്നിട്ടുണ്ട്. അപ്പോൾ അത് പ്രകാരം ഈ ലോ പ്രിവെയിൽ ചെയ്യുന്നില്ല. പക്ഷേ എങ്ങനെയായിരുന്നു ഹിന്ദു ലോയിൽ അല്ലെങ്കിൽ ഹിന്ദു സിസ്റ്റത്തിൽ, ഹിന്ദു റിലീജിയനിൽ സ്വത്ത് വിഭജനം നടന്നിരുന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ മരുമക്കത്തായ സിസ്റ്റവും കൂടെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ മരുമക്കത്തായ എന്ന് പറഞ്ഞാൽ മാട്രിയാർക്കലാണ്, മദേഴ്സിൻ്റെ വഴിയാണ്, തായ് വഴിയാണ് പോകുന്നത്. എല്ലാം പെണ്ണുങ്ങൾക്കാണ് അവകാശം. അവിടെ പെണ്ണുങ്ങൾ വഴി, അമ്മമാരുടെ വഴി, അമ്മയുടെ ബ്രദറിൻ്റെ സ്വത്ത് അമ്മ കാരണം മക്കൾക്ക് കിട്ടുക, ആ ഒരു രീതിയിൽ. അപ്പം കാരണവരുടെ മക്കൾക്ക് അവരുടെ സ്വത്ത് കിട്ടുന്നത് കാരണവരുടെ വൈഫിൻ്റെ വീട്ടിൽ നിന്നായിരിക്കും. അപ്പോൾ ആ ഒരു രീതിയിലാണ് പണ്ട് ഹിന്ദു ജോയിൻറ്റ് ഫാമിലീസിൽ സ്വത്ത് വിഭജനം നടത്തിയിരുന്നത്. പിന്നെ ഇപ്പോഴും ഈ 2005 അമെൻമെൻറ്റോടെ, പണ്ട് ഈ പാട്രിയാർക്കൽ സിസ്റ്റമാണ് കേരളത്തിൽ പ്രിവെയിൽ ചെയ്തിരുന്നതെന്ന് പറയില്ല. അപ്പോൾ അത് മെയിനായിട്ട് ഈ പറയുന്ന കോപ്പാഴ്സണറി സിസ്റ്റം ഉള്ളതുകൊണ്ടാണ്. അവിടെ പെറ്റേണൽ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അവിടെ സ്വത്തൊക്കെ ഹോൾഡ് ചെയ്തിരുന്നു ഈ മെയിൽ ഡിസെൻഡൻസ് മാത്രമേ, അവരുടെ കൂടെ മാത്രമേ സ്വത്ത് പാസ് ചെയ്യുള്ളൂ. ലേഡീസിന് ഒരു പ്രോപ്പർട്ടി റൈറ്റും ഉണ്ടായിരുന്നില്ല. അപ്പം അത് 2005 അമെൻമെൻറ്റിലൂടെ അവർക്ക് ഈ റൈറ്റ് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ ഹെയേഴ്സിനൊന്നും, അതായത് ഒരു കോപ്പാഴ്സണർ മരിക്കുവാണെങ്കിൽ ആ കോപ്പാഴ്സണറിൻ്റെ മക്കളിനെയാണ് ഹെയർ എന്ന് പറയാം, അവർക്കൊന്നും ഒരു സ്വത്തും കിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. 2005 അമെൻമെൻറ്റിലൂടെ ഹെയേഴ്സ് ക്യാൻ ഓൾസോ, ഇഫ് ദേ ആർ ബോൺ ഇൻ ദാറ്റ് ഫാമിലി, ദേ ക്യാൻ ഓൾസോ അവെയിൽ ദ പ്രോപ്പർട്ടി ഷെയർ ഓഫ് കോപ്പാഴ്സണർ എന്നുള്ള ഇതും കൂടെ അമെൻമെൻറ്റും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഫർദർ എക്സ്പ്ലനേഷൻ.